ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പാടായിട്ടുള്ളവർ മാത്തമാറ്റിക്കൽ എബിലിറ്റി വർക്കൗട്ട് ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഈ വരുന്ന ഏപ്രിൽ 20 വൈകുന്നേരം 7 മണിക്ക് നമ്മൾ CSIR ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അടുത്ത CSIR പരീക്ഷയ്ക്കുള്ള ഒരുക്കം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടേത് അപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ഒരു പരീക്ഷ ജൂൺ മാസം നടക്കുന്ന ഒരു പരീക്ഷ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡുള്ള പരീക്ഷ തന്നെയായിരിക്കും. അതുകൊണ്ട് CSIRൻ്റെ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് അടുത്ത തവണത്തെ പരീക്ഷ പാടായിരിക്കും അല്ലെങ്കിൽ എളുപ്പമായിരിക്കും അങ്ങനെ ഒരു പ്രൊഡിക്ഷൻസിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. എല്ലാ തവണയും ഒരേ രീതിയിൽ ഒരേപോലെ തന്നെ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് കൊണ്ടുപോകുന്നതിൽ അവർ ബദ്ധശ്രദ്ധാലുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അവർ തരുന്ന C പാർട്ട് പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിക്കാതെ, സിമ്പിൾ ക്വസ്റ്റ്യൻസിൽ മാത്രം ശ്രദ്ധ പുലർത്താതെ, B പാർട്ട് ക്വസ്റ്റ്യൻസിൽ മാത്രം ശ്രദ്ധ കൊടുക്കാതെ C പാർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധ മാറ്റേണ്ടതായിട്ടുണ്ട്. C പാർട്ട് ക്വസ്റ്റ്യൻസ് കുറേ വർക്കൗട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റുകളൊക്കെ ഒന്ന് ക്ലിയറാക്കി അങ്ങനെ പോകുന്നത് ഒത്തിരി നല്ലതാണ്. എല്ലാ പോർഷൻസും നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഒരു പോർഷൻ പോലും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കരുത്. എല്ലാ പോർഷൻസിലും നമ്മുടെ കണ്ണെത്തണം. എല്ലാ പോർഷൻസിലെ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുന്ന ഒരു ട്രെൻഡ് ശരിയല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം. അപ്പം പഠിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ പ്രോബ്ലംസ് എഴുതി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പറയുന്ന കാര്യമാണ് എപ്പോഴും, അല്ലേ? പ്രോബ്ലംസ് എഴുതി പഠിക്കുക. ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പാടായിട്ടുള്ളവർ മാത്തമാറ്റിക്കൽ എബിലിറ്റി വർക്കൗട്ട് ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും, അത് ഉറപ്പാണ്. അപ്പം ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ആ ഭാഗത്തൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഒക്കെ ആണെങ്കിൽ ഡിഫറൻസിയേഷൻ നല്ലപോലെ ആവശ്യം വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു പോർഷൻസിന് വേണ്ടിയൊക്കെ നമ്മൾ +2 ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, അതിൻ്റെ കോഷ്യൻ റൂള്, അതിൻ്റെ പ്രോഡക്റ്റ് റൂള് അതൊക്കെ പഠിച്ചിരിക്കണം. ഇനി ഈവൻ നമുക്ക് എല്ലാം അറിയാമെങ്കിൽ പോലും ഇനി പ്രോഡക്റ്റ് റൂളിൻ്റെ ഒക്കെ നടക്കുക ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് കയറുമ്പോൾ വരും. സ്വാഭാവികമാണ്. കാരണം നമ്മൾ ആകെ ടെൻസ്ഡാണ്. നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും കൊണ്ട് ടെൻസ്ഡാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഈ സൈനിൻ്റെ കൺഫ്യൂഷൻ വരും. +1 ആണോ -1 ആണോ, e⁻−sx ആണോ, e⁻−isx ആണോ, +isx ആണോ, -isx ആണോ, ഇങ്ങനത്തെ പല പല കൺഫ്യൂഷൻസും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്തമാറ്റിക്കൽ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫോംസ്, ഫൊറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, പിന്നെ ഫൊറിയർ സീരീസ്, ആ ഭാഗങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഒത്തിരി സംശയങ്ങൾ പരീക്ഷയ്ക്ക് കാര്യം ഫോർമുലാസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ സംശയങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരീക്ഷ ഹാളിൽ കയറിയിരിക്കുമ്പോൾ. അപ്പം ആ സംശയങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള പഠനം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കണം. എല്ലാ കാര്യങ്ങളും ഹൃദിസ്ഥമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാണാതെ പഠിക്കേണ്ടവ കാണാതെ പഠിക്കുക തന്നെ വേണം. കാണാതെ പഠിക്കുന്നതിനൊരു അർത്ഥവും ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഫോർമുലാസ് ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില കോൺസെപ്റ്റുകൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ചോദ്യങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് അനാലിസിസിൻ്റെ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ പല പല ടൈപ്പുകളുണ്ടല്ലേ. ഏകദേശം 5 ടൈപ്പോളം ഇൻ്റഗ്രേഷൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. കാണാതെ പഠിക്കേണ്ടാത്ത കാര്യങ്ങളുമുണ്ട്. ഇന്ന ചോദ്യം വന്നാൽ ഇന്ന ആൻസർ, ഇന്ന ആൻസറിന് ഇന്ന ചോദ്യം, ആ രീതിയിലുള്ള കാണാതെ പഠിത്തം അബദ്ധമാണ്. ആ രീതിയിൽ ചെയ്യരുത്. കോൺസെപ്റ്റുകൾ പഠിക്കുക, ഫോർമുലാസ് കാണാതെ പഠിക്കുക, ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഫോർമുലാസ് കാണാതെ പഠിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുക. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം വളരെ പിറ്റ്ഫോൾസ് ഒന്നുമില്ലാത്ത രീതിയിൽ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പഠനമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. റിവിഷൻ സമയാസമയങ്ങളിൽ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് എങ്ങനെ ഇതെല്ലാം സമയം കിട്ടും? കോമ്പറ്റേറ്റീവ് ക്രാക്കിലുള്ള അതിന് പരിഹാരമുണ്ടെന്നേ. ടൈം ടേബിൾ അനുസരിച്ച് നമ്മളങ്ങ് തരികയാണ്. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പോയാൽ
അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. എല്ലാ പോർഷൻസും കവർ ചെയ്യാനുള്ള സമയം കിട്ടും, അതിൻ്റെ റിവിഷനുള്ള സമയം കിട്ടും, അതിൻ്റെ എക്സാമിനുള്ള സമയം കിട്ടും, അവസാനം മോഡൽ എക്സാം എഴുതാനുള്ള സമയം കിട്ടും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും. അപ്പോൾ അത്രയും കാര്യമായ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ ഇനിയും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ 60 ഡേയ്സ് ക്രാഷ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടു. അപ്പോൾ ആ 60 ഡേയ്സ് ക്രാഷ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുന്ന ഏപ്രിൽ 20 വൈകുന്നേരം 7 മണിക്ക് നമ്മൾ CSIR ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ കോമ്പറ്റേറ്റീവ് ക്രാക്കർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെബിനാറിൻ്റെ കാര്യവും നിങ്ങൾ ഓർത്ത് വെക്കണം. ആ ഒരു വെബിനാറിൽ എങ്ങനെ പരീക്ഷ പാസ്സാകാം, അതിന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെ, അത് എൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, പരീക്ഷയ്ക്ക് ഇനി ഇത്രയും സമയമുള്ള ഒരു സാഹചര്യത്തിൽ, ഏകദേശം 1.5 മാസം അല്ലെങ്കിൽ 2 മാസം സമയമുള്ള ഒരു സാഹചര്യത്തിൽ എനിക്കുണ്ടായ ടെൻഷനുകൾ എന്തൊക്കെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്, എന്നിട്ട് ഞാൻ എങ്ങനെ പഠിച്ചു, ആ ഒരു കാര്യങ്ങൾ, പിന്നെ പ്രോബ്ലംസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ വൈകുന്നേരം 7 മണിക്കുള്ള ഈ മാസം 20 നടക്കുന്ന ആ വെബിനാറിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യവും നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ആ ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ 60 ഡേയ്സ് ക്രാഷിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആ 60 ഡേയ്സ് ക്രാഷിൻ്റെ പ്രയോജനം നിങ്ങൾ പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തണം. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതിന് മുമ്പ് പറഞ്ഞ പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രിപ്പറേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം. നമുക്ക് ഇനി മുതൽ ടെൻഷൻ കൂടുന്ന സമയമാണ്. പരീക്ഷ എടുക്കുന്നതോടെ നമുക്ക് ടെൻഷൻ കൂടും. ഭയങ്കര ആദിയാണ്. ഇതെല്ലാം പഠിച്ചതൊക്കെ മറന്നു പോകുന്നുണ്ടല്ലോ, സ്വാഭാവികമാണ്. ഇതെല്ലാം നമുക്ക് പഠിച്ചതൊക്കെ മറന്നു പോകും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് മറന്നു പോകുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക പോംവഴി. അല്ലാതെ മറ്റൊന്നും അതിൻ്റെ മുമ്പിലില്ല. അപ്പം നിങ്ങൾ ഒന്ന് ഫ്രീ ടൈമിൽ ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്തായിരുന്നു, വാട്ട് വാസ് ദാറ്റ് ഇക്വേഷൻ, ആ പ്രോബ്ലം എങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്, ആ പ്രോബ്ലത്തിൽ ഞാൻ എങ്ങനെയാണ് സമീപിച്ചത്, ആ ഇക്വേഷൻ എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് വന്നത്. നമ്മളൊരു ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള അതിൻ്റെ ഡെറിവേഷനും കൂടെ ഒന്ന് പഠിച്ചു പോയാൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്, ഒത്തിരി സഹായിക്കും. അല്ല, നമ്മൾ ക്ലാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി അല്ല നമ്മൾ ഡെറിവേഷൻസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് പോലും ഈ ഡെറിവേഷൻസ് ഒക്കെ ഒത്തിരി നിങ്ങളെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ചിന്തിക്കുക. ഏതെങ്കിലും ഒന്ന് മറന്നു പോകുമെന്ന് തോന്നിയാൽ, എന്തെങ്കിലും മറന്നു പോയി എന്ന് തോന്നിയാൽ ഓടിപ്പോയി അതിൻ്റെ കറസ്പോണ്ടിങ്ങിൻ്റെ ഭാഗം എടുത്തൊന്ന് വായിച്ചു നോക്കുക. ആ ഇക്വേഷൻസ് ഒന്നുകൂടെ മനസ്സിൽ വിചാരിക്കുക. ഒരു പേജ് മറിക്കുമ്പോൾ ആ പേജിൽ എന്തൊക്കെയാണുള്ളത്, നിങ്ങളുടെ നോട്ടിൻ്റെ ആ പേജിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. ഓക്കെ, അപ്പം നമ്മുടെ നോട്ടിലൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എൻ്റെ നോട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അത് എൻ്റെ ഭാഷയിൽ ഞാൻ തയ്യാറാക്കിയ എന്നെ സഹായിക്കുന്ന നോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്താം. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ എൻ്റെ നോട്ട് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അവസാന പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അയാൾ അത് അവിടെയാണോ അത് എവിടെയാണോ എഴുതിയിരുന്നത്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഭാഷയിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒത്തിരി സഹായിക്കും. അതിന് വ്യക്തമായ അറിവ് എനിക്കുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളുടേതായിട്ടുള്ളൊരു നോട്ട് ഉണ്ടാക്കുക. ഇനി അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള പോർഷൻസിനെങ്കിലും അത് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആശംസിക്കുന്നു, നല്ലൊരു പ്രിപ്പറേഷനും ആശംസിക്കുന്നു. ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. The first problem, നോക്കിക്കേ. A particle of mass m is in a one-dimensional infinite potential well of length L extending from x equal to 0 to x equal to L. When it is in the energy eigenstate labeled by n, the probability of finding the particle in the interval 0 less than or equal to x less than or equal to L by 8 is 1/8. The minimum value of n for which this is possible is. മിനിമം വാല്യൂ എന്നാണ് ചോദ്യം.
അപ്പം ഒരു 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലാണ്. 0 to L ആണ് അതിൻ്റെ ലെങ്ത്. അപ്പം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 0 to L. അതുപോലെ തന്നെ nth സ്റ്റേറ്റിലാണ് ആ പാർട്ടിക്കിൾ ഇരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഇൻ ദ ഇൻ്റർവെൽ 0 to L/8 അല്ലേ. 0 to L/8 1/8 ആണെന്ന് തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി. സോ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള മിനിമം നമ്പർ എത്രയാണ്, മിനിമം വാല്യൂ ഓഫ് n എത്രയാണ് എന്നാണ് ചോദ്യം. സോ ലെറ്റ് us ഡു ദിസ് പ്രോബ്ലം. സോ ഈ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് we require wave functions. We require wave functions. We require wave functions of one-dimensional box. We require wave functions of one-dimensional box. Okay. So now here, first one, for the ground state, the ground state wave function. The ground state wave function. What is the ground state wave function? What is the plot for the ground state wave function? So this is the one-dimensional box. This one-dimensional box is having the length x is equal to 0 to x is equal to L. X is equal to 0 to x is equal to L, and this is the half length. X is equal to L by 2. X is equal to L by 2. And what is the plot for the ground state? So the ground state wave function will be like this. ശരിയല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിലുണ്ട്. ശരിയല്ലേ, നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളതാണ്. So this is the ground state wave function. So the probability for finding the particle, the probability for finding the particle, in the region, probability for finding the particle in the region. See, we have divided the wave function into two halves. One is from 0 to L by 2 and the other is from L by 2 to L, isn't it? For the probability for finding the particle in the region 0 less than x less than L by 2 and L by 2 less than x less than L is, what is the probability for finding the particle? Both probabilities are same. That means the probability for finding the particle in 0 less than x less than L by 2 is equal to the probability for finding the particle in the region L by 2 less than x less than L. What is the probability? We have studied. It is half. 1 by 2. That is 1 by 2 plus 1 by 2. It is 1. Isn't it? So the probability for finding the particle in this region is half, and the probability for finding the particle in this region is half. Clear? So then next, so we have completed the probability calculation in the ground state, and the next one, the plot for the first excited state. The first excited state. The first excited state. See, what is the plot for the first excited state? Psi 1 of x. Psi 1 of x is equal to, the plot for psi 1 of x is equal to, see, if you plot psi 1 of x, see, the psi 1 of x, then this is L by 2, isn't it? So this is L by 2, this is L by 4, L by 4, and this is 3L by 4, isn't it? 3L by 4. This is 3L by 4. And then we know, yes, this is the wave function for psi 1 of x, isn't it? We have plotted it. See the probability for finding, see, this is x is equal to 0 and this is x is equal to L. See, the entire 0 to L is divided into 4 parts. 0 to L by 4, L by 4 to L by 2, L by 2 to 3L by 4, and 3L by 4 to L.
and the probability for finding the particle from 0 less than x less than L by 4, which is equal to probability for L by 4 less than x less than L by 2, which is equal to the probability for from L by 2 to 3L by 4, which is equal to the probability for finding the particle from 3L by 4 to L. 3L by 4 to L. So 1 by 4 plus 1 by 4 plus 1 by 4 plus 1 by 4. Isn't it? So, so the probability is 1 by 4. So the probability is 1 by 4. Is it clear? So we have got the probability as 1 by 4. Okay. So here 1 by 4, here 1 by 4, here 1 by 4, 1 by 4. So we have we know what is the probability. We have in our classes we have discussed what is the probability from 0 to L by 2 and also from L by 2 to L. I hope you have remembered it. Okay. So in the classes it is given. Please go and refer. So when you add the probabilities when you add the probabilities of this one and this one, you will get a total 1. We have given. Okay. So please refer. Then this is for the first excited state, and then for the second excited state. We have calculated psi2 of x, and then for the second excited state, what is that? Psi3 of x. For the second excited state, there is a psi3 of x. So the plot for psi3 of x will be this is from 0 to L, and see 0 to this is my L by 2. This is my L by 2, and this will be my L by 6. This is L by 6, and this will be by 2L by 6. 2L by 6, and this is 12 by 6, and this is L by 2. This is 2L by 3, isn't it? 12 by 3. What is this? This is 5L by 6. 5L by 6, and this is 6L by 6. That is L. Clear? So this is we have divided 1, 2, 3, 4, 5 and 6 into 6 equal portions. So the probability for that means the entire region is divided into 6 equal parts. 6 equal parts. And the plot will be how will be the plot? This will be like this. Then this will be the plot for both of these will be of the same height. Okay. So this will be the plot. And the entire region is divided into 6 equal parts, and the probability for finding the particle in each of the part will be, the probability will be equal to 1 by 6. I am not writing each part. So the probability for finding the particle is 0 to L by 6, L by 6 to then L by 6 to 12 by 6, 12 by 6 to L by 2, then L by 2 to 12 by 3, then 12 by 3 to 5L by 6, 5L by 6 to L. Or the probability for finding the particle in all of these parts will be equal to 1 by 6. Then only 1 by 6 into 6, the total probability will be 1. Is it clear? So this is for second excited state. And similarly, the next one, the third excited state. Third excited state. That means it will be psi4 of x. Psi4 of x. So what will be psi4 of x? So then the entire region will be divided into 8 equal parts.
entire region will be divided into 8 equal parts. See how it will be. This will be my 0 to L. See, I have just made it a little enlarged. So this is my L by 2. This is my L by 2, and this is my L by 8. This is L by 8. This is L by 4. Isn't it? L by 4. So this is 3L by 8. 3L by 8. This is then L by 2. Then 5L by 3. Next, isn't it? 5L by 3. Then next will be what? After 5L by 3, you will get 3L by 4. 75%. 3L by 4. Then you will get 7L by 8. 7L by 8. Then 8L by 8, that is L. Clear? So the plot for the third excited state. The plot for the third excited state will be, there will be a maxima, then there will be a minima around 3L by 8, then about 5L by 3, there will be about 5L by 3, there will be another maxima, and for 7L by 8, there will be a minima, and it will go like this. It will go like this. Clear? So the entire region, the wave function, is divided into. The wave function is divided into. The wave function is divided into 8 equal regions. The wave function is divided into 8 equal regions from 0 to L by 8, L by 8 to L by 4, L by 4 to 3L by 8, then 3L by 8 to L by 2, then L by 2 to 5L by 3, then 5L by 3 to 3L by 4, 3L by 4 to 7L by 8, 7L by 8 to L. 8 equal parts. Clear? So the probability for finding the particle in each of these parts is 1 by 8. Probability for finding the particle in each of these part is 1 by 8. So what is the minimum number? Minimum number, value of n is 4. That is what they have asked. Clear? So they have asked, so thus the value of n is equal to 4, such that the probability of finding the particle in the region 0 to L by 8 is 1 by 8. They have asked you that. If the probability for finding the particle from 0 to L by 8 is 1 by 8, what is the value of n? That is the question they have asked. Now what is the value of n? That is 4. Is it clear? So I hope it is very clear. See, in the question they have asked you, the the probability for finding the particle in the interval 0 to x by L, 0 to L by 8 is 1 by 8. So the minimum value of n for which this is possible. So for this is to be possible, 0 to L by 8, the probability for finding the particle from 0 to L by 8 is 1 by 8. It's 1 by 8. For n is equal to psi n of x. For n is equal to 4. Is it clear? So for none other cases, this is possible. I hope it is clear. Okay. So for quantum mechanics, you have to study one-dimensional box, then linear harmonic oscillator, then you have to study this angular momentum algebra, then also you have to pay more attention to commutation relations, uncertainty problem. All those things are very, very important. Angular momentum algebra is very, very important. Okay. So portions ഒക്കെ നിങ്ങൾ പഠിച്ചു പോകണം. ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. ആംഗുലാർ മൊമെൻ്റ് ഓൾജിബ്രയിൽ നിന്നും സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ഓൾജിബ്രയിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ നിർബന്ധമായും നിങ്ങൾ പഠിച്ചു പോകണം. വളരെ സീരിയസ് ആയിട്ട് ആ പോർഷൻസിനെ സമീപിക്കണം. അതിൻ്റെ പോർഷൻസ് എല്ലാം
നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. See the next one. See, the Hamiltonian of a particle of mass m in one dimensions is h is equal to 1 by 2m into p square plus lambda modulus x cube, where lambda greater than 0 is a constant. If E1 and E2 respectively denote the ground state energies of the particle for lambda equal to 1 and lambda equal to 2 in appropriate units, the ratio E2 by E1 is best approximated by. So, ഇവിടെ നോക്കിയേ, നമുക്കിവിടെ ഒരു ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. h is equal to p square by 2m plus lambda mod x cube. അപ്പോൾ ഈ ലാംഡയുടെ വാല്യൂ അനുസരിച്ച് ലാംഡ ഈക്വൽ ടു 1 ആണെങ്കിൽ ഒരു പാർട്ടിക്കിൾ, ലാംഡ ഈക്വൽ ടു 2 ആണെങ്കിൽ വേറൊരു പാർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീസ് ഓഫ് ദോസ് ടു പാർട്ടിക്കിൾസ് E2 by E1 എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ CSIR ഫിസിക്സിൻ്റെ ജൂൺ ബാച്ചിനെ ലക്ഷ്യമാക്കി നമ്മൾ ഒരു 60 days ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 days ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. 60 ദിവസം കൊണ്ട് CSIR ഫിസിക്സിൻ്റെ എൻറ്റയർ പോർഷൻ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ 60 days ക്രാഷ് ബാച്ചിന് വേണ്ടി നമ്മൾ ഡൈല്യൂട്ടഡ് സിലബസ് ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ഈ 60 ദിവസം കൊണ്ട് നിങ്ങളെ ലോങ് ടേം ബാച്ചിനോട് ഈക്വലൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്, അത് നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലേ. കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ പോർഷൻസ് നിങ്ങൾ പഠിക്കണം. പക്ഷേ പഠിച്ചേ പറ്റൂ. ഇനി 60 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 60 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പഠനം ട്രാക്കിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങ് പോരെ, നമുക്ക് പഠിക്കാം. ഓക്കെ, പഠിപ്പിക്കുന്ന കാര്യവും ഞങ്ങളേറ്റു. പക്ഷേ നിങ്ങൾ വരുമ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം, അധ്വാനിക്കാൻ മനസ്സുണ്ടാവണം, നിങ്ങൾക്ക് സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉണ്ടാവണം. ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് പരിപാടികൾക്ക് പോകാതെ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റണം. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അറിയത്തില്ലായിരിക്കും, ശരി, പ്രോബ്ലം പഠിക്കണം, അത് ചെയ്യാൻ അറിയണം എന്നുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അപ്പം നെറ്റിന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി വരുന്ന ഗേറ്റിനോ മറ്റെന്ത് പരീക്ഷകൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ CSIR ഫിസിക്സിൻ്റെ നെറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 60 ദിവസത്തെ ഈ ഒരു കോഴ്സ് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ എക്സ്ട്രാ നിങ്ങൾക്കുണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. എക്സ്ക്ലൂസീവായിട്ട് പ്രോബ്ലം സോൾവിങ് സെഷൻസിന് വേണ്ടി മാത്രമായിരിക്കും ആ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ടൈം ടേബിൾ പക്കായായിട്ട് ഫോളോ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്തെന്നാൽ നിങ്ങൾക്ക് ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചും തീർക്കാം, റിവൈസും ചെയ്യാനായിട്ട് പറ്റും. ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. മോഡൽ എക്സാമുകളും അതിനോടൊപ്പം ഉണ്ടാവും. അപ്പോൾ മോഡൽ എക്സാമുകൾ എഴുതി, വീക്കിലി എക്സാമുകൾ എഴുതി, വീക്കിലി നിങ്ങൾക്ക് 2 എക്സാമുകളെങ്കിലും വെച്ച് 60 ദിവസം കൊണ്ട് നടത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ എക്സാമുകൾ എഴുതി എക്സാമിനോടുള്ള ഭയം നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും 24/7 ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എന്നെ നേരിട്ട് വിളിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. നോട്ടുകളുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെയുള്ള വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാക്കേജ് തന്നെയാണ് 60 ദിവസത്തെ ക്രാഷ് ബാച്ചിന് വേണ്ടിയും നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചാണ് നിങ്ങൾക്ക് തരുന്നത്, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് നിങ്ങൾ എൻറ്റയർ കോഴ്സ് നിങ്ങൾ പഠിച്ചു തീർക്കും. അതാണ് നമുക്ക് ഇതിൻ്റെ ഉറപ്പ്. അപ്പം ഈ 60 ദിവസത്തെ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് അറിയുക. അറിഞ്ഞിട്ടില്ലാത്തവരിലേക്ക് ഈ വാർത്ത എത്തിക്കുക. അത് പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഈസ് റെഡി ടു ഹെൽപ്പ് യു. ക്ലിയർ? സോ ഇനി പ്രോബ്ലം നോക്കിക്കേ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഹാമിൽട്ടോണിയൻ എന്താണ്? h is equal to p square by 2m plus lambda into mod x cube. Lambda into mod x cube. So this is the Hamiltonian given. So this is the kinetic energy part. നോക്കുമ്പോൾ അറിയാം, this is the kinetic energy part
and this is the potential energy part. So based on this potential energy, we know how to calculate the ground state energies. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിയല്ലേ? So the ground state energy can be calculated by the ground state energy can be calculated by. So if the potential is given by V of x is equal to some lambda into mod x power n, if V of x is equal to lambda into mod x power n, then the ground state energy is given by proportional to lambda power 2 divided by lambda plus 2. Lambda power 2 divided by lambda plus 2. Very, very important. The ground state energy is given by is proportional to lambda power 2 divided by lambda plus 2. So here the ratio here we have to calculate E2 by E1. So what is E2 by E1? E2 by E1 is equal to lambda 2 by lambda 1. Lambda 2 by lambda 1 whole power 2 divided by എന്ത് വരും? 2 divided by lambda വരുമ്പോഴത്തേനും 2 plus 1, that is 3 plus 2. ശരിയല്ലേ? lambda power 2 by 3 plus 2, that is equal to lambda 2. lambda 2 ന്റെ വാല്യൂ എത്രയാണ്? lambda 2 is 2 divided by 1 whole power 2 by 5. 2 by 1 whole power 2 by 5. So that is equal to 2 raised to 2 by 5. 2 raised to 2 by 5. ഇതെങ്ങനെയാണ് നമ്മൾ വിശദമായി നമ്മുടെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളിലൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഈ വീഡിയോയിൽ എനിക്കിതിൻ്റെ ഡെറിവേഷൻ തരാനുള്ള നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്, സമയമില്ലാത്തത് കൊണ്ടാണ്. ഇത് വളരെ ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ. So 2 raised to 2 by 5. So E2 by E1, 2 raised to 2 by 5. 2 by 5 is 0.4. So 2 raised to 0.4 is somewhat E2 by E1. So E2 by E1 is എന്ത് വരും? E2 by E1 is 2 raised to 0.4. So it is 1. Yes, it is somewhat about 2 raised to 1.4. 1.4 less. 2 raised to 0.4 അല്ലേ? 2 raised to 0.4 എന്ന് പറയുമ്പോൾ it is somewhat 1.3. It is 1.3. So the approximately ഏകദേശം ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് 1.260, 1.414 √2, പിന്നെ 1.320, 1.516. So the options തന്നിരുന്നത് ഓപ്ഷൻസ് 1.260, option B 1.414, option C 1.516, option D 1.320. So 1.3 ആയതുകൊണ്ട് ഓപ്ഷൻ it is 1.320. Clear? So I hope it is very clear to you. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണ് എഴുതുന്നത് അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ റേഷ്യോ ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഒരു പാടുമില്ല. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. E2 equals lambda 2 raised to 2 divided by 2 plus 2, then E1 is equal to 1 plus 2, 3. അപ്പോൾ 3 plus 2 it will be 5, 2 divided by 2 upon 2 by 5. So it is 2 raised to 0.4. 2 raised to 0.4 എന്ന് പറയുമ്പോൾ 2 raised to 0.5 എന്ന് പറയുമ്പോൾ √2 ആണ്. ദാറ്റ് ഈസ് 1.414. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ താന്നാണ് 1.3. So it will be 1.3. So the answer will be 1.320. Clear? So I hope it is very clear.
സോ ഇതല്ലാതെ നമ്മൾ അവിടെ പോയി 2^4 സൈഡിൽ എഴുതി കൂട്ടാനൊന്നും നിൽക്കരുതേ. നിങ്ങൾ ചെയ്യുമ്പോൾ 2^5, 2^1/2, 2^1/2 എന്ന് പറയുമ്പോൾ √2 എന്ന് പറയുമ്പോൾ 1.414, 1.414 താന്ന് 1.414 താന്നായിട്ട് ഇവിടെ ഉള്ളത് ജസ്റ്റ് താന്നായിട്ട് വരുന്നത് 1.320 ആയതുകൊണ്ട് അത് ക്ലിയർ. സോ അല്ലാതെ എല്ലാം നമ്മൾ പേപ്പറിൽ ചെയ്ത് പഠിക്കുന്നത് ദാറ്റ് ഈസ് എ ലാക്ക് ഓഫ് മാത്തമാറ്റിക്കൽ എബിലിറ്റി. I hope it is very clear to you and this problem is also understood. So നിങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഒരു എന്താണ് ലൂപ്പ് ഹോളും ഇല്ലാത്ത രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാ പോർഷൻസും നിങ്ങൾ പഠിച്ചു പോകണം. ഒരു പോർഷൻ പോലും നിങ്ങൾ ഒഴിവാക്കരുത്. എല്ലാ പോർഷൻസിൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പോർഷനും വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പ്രോബ്ലംസ് ആണെങ്കിലും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. മാത്തമാറ്റിക്കൽ എബിലിറ്റി വളർത്തിയെടുക്കുക. ഞാൻ എപ്പോഴും ഞാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിക്കണം. +2 ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടാവും. അപ്പം സാധാരണ മെക്കാനിക്സ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ആ പോർഷൻസൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോണം. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. പ്രോബ്ലംസ് ആസ്വദിക്കാൻ പഠിക്കണം. ഓക്കെ, സോ വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.